നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. വീണ്ടും തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് സ്ഥാപനത്തിന്റെ ഉടമ പ്രതാപനെതിരെ വ്യാപക പരാതി. PMLA കേസിൽ NIA കോടതി ജാമ്യം ലഭിച്ചറിഞ്ഞാണ് ഇപ്പോൾ പണം നഷ്ടമായവർ വ്യാപകമായി പരാതിയായി എത്തുന്നത്. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ വീണ്ടും ലഭിച്ചു തുടങ്ങി. പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത നടപടികളിലേക്ക് പോലീസ് അധികാരികൾ നീങ്ങുന്നു. PMLA കേസിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടി NIA കോടതിയിൽ മറ്റു എല്ലാ കേസുകൾ പരാതിക്കാരുമായി ഒത്തുതീർന്നുവെന്നും FIR എല്ലാം ക്യാഷ് ചെയ്യാൻ നൽകിയിരിക്കുന്നുവെന്നും NIA കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക കൂടെ ചെയ്തുവെന്ന് FIR രജിസ്റ്റർ ചെയ്ത വ്യക്തി കേരള വാർത്തയോട് പറഞ്ഞു. എനിക്ക് ക്യാഷ് കിട്ടിയില്ല, പ്രതി ഇറങ്ങിയാൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞു, ഞാൻ അനുവദിച്ചില്ല, ഞാനൊരു പേപ്പറിൽ ഒപ്പിട്ട് നൽകിയില്ല, പിന്നെ എങ്ങനെ FIR ക്യാഷ് ചെയ്യാൻ നൽകുന്നത് എന്നാണ് ചോദ്യം. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകാൻ ഒഴുകുകയാണ് ഈ വ്യക്തി. തട്ടിപ്പുകളുടെ മായാലോകത്ത് വേറിട്ട തട്ടിപ്പായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ്. പ്രകാരം 3000 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് എന്ന് പറയപ്പെടുമ്പോഴും 6500 കോടിയിലധികം തട്ടിച്ചെടുത്തിട്ടുണ്ടെന്ന് ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി എന്നാണ് കമ്പനി ജീവനക്കാരായിരുന്നവർ പറയുന്നത്. എന്താണ് ഹൈറിച്ച് തകരാൻ കാരണം? ഹൈറിച്ച് യഥാർത്ഥത്തിൽ തട്ടിപ്പ് കമ്പനി തന്നെയായിരുന്നു. പുറത്ത് കാണിച്ച ഗിമികൾക്കപ്പുറം മുൻപ് പല തട്ടിപ്പ് കേസുകൾ പ്രതികൾ ചേർന്ന് തുടങ്ങിയ മറ്റൊരു സ്ഥാപനം. പുറത്തു വന്ന കണക്കുകൾ പ്രകാരമുള്ള 65,000 കോടിയിൽ 1000 കോടി രൂപയുടെ താഴെ വീതിച്ചു നൽകിയാണ് പ്രതികൾ തട്ടിപ്പ് തുടർന്നത്. തട്ടിപ്പ് വീണ്ടും തുടരുവാനായി വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെയും ഓൺലൈൻ മീറ്റിംഗ് നടത്തിയും പ്രതികളുടെ സഹായികൾ ഇപ്പോൾ ശക്തമായി രംഗത്തുണ്ട്. ഹൈറിച്ച് തിരിച്ചു വരും, ക്യാഷ് തരും, കമ്പനി തുറക്കാൻ പോകുന്നു. ഈ ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും ഓൺലൈൻ മീറ്റിംഗ് രേഖകളും ഒക്കെയായി പണം നഷ്ടമായവർ കൂടുതൽ തെളിവുകൾ പ്രതികൾക്കെതിരെ ശേഖരിച്ചു നിയമ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, മറ്റൊരു ഹൈറിച്ച് കമ്പനി രൂപം കൊള്ളുന്നു വൻ തട്ടിപ്പുമായി. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും